ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒരു സ്ഥലം വരെ വന്നേക്കുവാണ്. എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഒരാളുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വന്നത് കേട്ടോ. കുറേയായി പറയുന്നു എൻ്റെ മുടി എന്തേലൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ദേ ആ ദിവസം ഇന്നായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ ദേ ഇങ്ങനെ ചുരുണ്ടിരുന്ന മുടി നമ്മളൊന്ന് നേരെയാക്കാൻ പോവുകയാണെന്നേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനിതെല്ലാം നേരെയാക്കിയിട്ടുള്ളൊരു വീഡിയോ ഇടാം കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു രസം. ഇത് കണ്ടോ, മുടിയൊക്കെ കെട്ടി വെച്ചപ്പോൾ എന്നോട് പറയാം 2 കൊമ്പ് എനിക്ക് മുളച്ചെന്നേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിയെ. മുടി ഇങ്ങനെ ആക്കിയാൽ ഡാമേജ് ആവുമോ, അതോ ഇനി മുടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. പക്ഷെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചി ഉണ്ടല്ലോ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. മുടിക്കൊന്നും പറ്റത്തില്ല, മുടി നല്ല കുറച്ചുകൂടി ബെറ്റർ ആവത്തുള്ളൂ, മുടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നൊക്കെ ആയിരുന്നു ചേച്ചി പറഞ്ഞു കൊടുത്തിരുന്നത്. പിന്നെ നമുക്ക് സമയം പോകാൻ ഒരു കുഞ്ഞു കുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ ഷോപ്പിലെ ചേച്ചീൻ്റെ കുട്ടിയായിരുന്നു ഇത്. അവളാണെങ്കിൽ ഭയങ്കര വായാടി. അവളുടെ ഒരു കുഞ്ഞു ബാഗുണ്ട്, അതിലാണെങ്കിൽ ലിപ്സ്റ്റിക്കും പൗഡറും വാസ്ലിനും ഒക്കെ കൊണ്ടാണ് പുള്ളിക്കാരി നടക്കുന്നത്. ഇത് ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സമൂഹത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ചേച്ചീൻ്റെ ആദ്യത്തെ മുടിയെക്കാട്ടിലും എന്തൊരു ബെറ്റർ ആയിരുന്നു പറയുക. രണ്ടാമത് ഇത് ചെയ്തപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ചേച്ചിയൊക്കെ ചെയ്ത് കൊടുത്തത്. നമ്മൾ സ്മൂത്തനിങ് ആണ് ചെയ്തത്. ചേച്ചി അത് ബൊട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത്. പിന്നെ ആ ചേച്ചി പറഞ്ഞത് നമുക്ക് സ്മൂത്തനിങ് ചെയ്യാമെന്ന്. ആണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചിക്ക് മുടി ഇങ്ങനെ ആക്കി വരുമ്പോൾ ഇത്രയും ലെങ്ത് ആയിട്ട് മുടി കിട്ടുമെന്ന്. ചേച്ചീൻ്റെ മുടി ചുരുണ്ടിരുന്നതുകൊണ്ട് ഇത്രയും ലെങ്ത്തുള്ള മുടിയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്.